ഒന്നാം പടി. മദ്യത്തിന് മുന്നിൽ ശക്തികേന്ദ്രമെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായിപ്പോയി. പരിപൂർണ പരാജയം സമ്മതിക്കാൻ ആര് തയ്യാറാകും? പ്രായോഗികമായി ആരും തന്നെ അതിന് തുനിയുമെന്ന് തോന്നുന്നില്ല. അശക്തർ എന്ന ആശയത്തിനെതിരെ പ്രകൃതിദത്തമായ ഓരോ വാസനയും പ്രതികരിക്കും. കയ്യിൽ മദ്യം നിറഞ്ഞ ഗ്ലാസ്സിരിക്കെ നശീകരണ മദ്യപാനം ഒരു ഒഴിയാബാധയായി ഞങ്ങളുടെ മനസ്സുകളെ വളച്ചൊടിക്കുമെന്നും ഈശ്വരകാരുണ്യത്തിൻ്റെ ഇടപെടലിന് മാത്രമേ അതിന് നമ്മിൽ നിന്നും മാറ്റുവാൻ കഴിയൂ എന്നും സമ്മതിക്കുന്നത് സത്യത്തിൽ അരോചകമാണ്. മറ്റേതൊരു പാപ്പരത്വവും ഇതിന് കിടപിടിക്കില്ല. മദ്യം ആർത്തി പിടിച്ച പലിശക്കാരനെ പോലെ നമ്മിൽ നിന്നും സ്വയം പര്യാപ്തതയും ആ പ്രക്രിയയെ പ്രതിരോധിക്കാനുള്ള ഇച്ഛാശക്തിയെയും ഊറ്റിയെടുക്കുന്നു. ഒരിക്കൽ ഈ ക്രൂരമായ യാഥാർത്ഥ്യം അംഗീകരിച്ചാൽ ജീവിത വ്യാപാരം തുടർന്നുകൊണ്ടുപോകുന്ന മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ പാപ്പരത്വം പൂർണ്ണമാകുന്നു. പക്ഷേ എയിൽ പ്രവേശിക്കുന്നതോടുകൂടി ഞങ്ങൾ ഈ പരിപൂർണ നാണക്കേടിനെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണുന്നു. പരിപൂർണ പരാജയത്തിലൂടെ മാത്രമേ കരുത്തിലേക്കും മുക്തിയിലേക്കുമുള്ള ആദ്യ പടവുകൾ കയറാൻ ഞങ്ങൾക്ക് കഴിയൂ എന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മുടെ സ്വകാര്യ ശക്തിഹീനതകളുടെ സമ്മതം ആത്യന്തികമായി സന്തുഷ്ടവും ഉദ്ദേശലക്ഷ്യങ്ങൾ നിറഞ്ഞതുമായ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായ ഉറച്ച അടിത്തറയായി മാറുന്നു. എയിൽ ചേരുന്ന ഏതൊരു മദ്യപാനിയും അയാൾ ആദ്യം തൻ്റെ നശീകരണ ദൗർബല്യത്തെയും അതിൻ്റെ പരിണിതഫലങ്ങളെയും അംഗീകരിക്കാത്തിടത്തോളം അയാൾക്ക് ഒരു നന്മയും കൈവരുന്നില്ല എന്ന് നമുക്കറിയാം. അയാൾ ഇപ്രകാരം വിനയാന്വിതനാവാതെ അയാളുടെ സുബോധാവസ്ഥ അങ്ങനെയുണ്ടെങ്കിൽ അത് അപകടാവസ്ഥയിലായിരിക്കും. യഥാർത്ഥ സന്തോഷം അയാൾ ഒരിക്കലും കണ്ടെത്തുകയില്ല. ജീവിതത്തിൻ്റെ വസ്തുതകളിൽ ഒന്നാണിത്. വിപുലമായ ഒരനുഭവത്താൽ സംശയലേശമന്യേ തെളിയിക്കപ്പെട്ടുള്ളതാണ്. നമ്മൾ ആദ്യം പരിപൂർണ പരാജയം സമ്മതിക്കാത്തിടത്തോളം സ്ഥായിയായ കരുത്ത് നമുക്ക് കണ്ടെത്താനാവില്ല എന്ന തത്വമാണ് നമ്മുടെ കൂട്ടായ്മയുടെ തായ്വേര്. ഇതിലൂന്നിയാണ് നമ്മുടെ മുഴുവൻ സമൂഹവും വളർന്നതും പോയിട്ടതും. പരാജയം അംഗീകരിക്കൽ ആദ്യം നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മിൽ ഭൂരിഭാഗം പേരും പ്രതിഷേധിച്ചു. ഞങ്ങൾ സമീപിച്ചത് ആത്മവിശ്വാസം പഠിപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് മദ്യത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ഒട്ടും നല്ലതല്ല എന്നും സത്യത്തിൽ അതൊരു പരിപൂർണ ബാധ്യതയാണെന്നുമാണ്. മനുഷ്യൻ്റെ എത്ര തന്നെ ഇച്ഛാശക്തി കൊണ്ടും തകർക്കാനാകാത്ത അതിസൂക്ഷ്മമായ ഒരു മാനസിക ഒഴിയോപാധിയുടെ ഇരകളാണ് ഞങ്ങളെന്ന് നമ്മുടെ സ്പോൺസർമാർ പ്രഖ്യാപിച്ചു. പരസഹായമില്ലാതെ ഇച്ഛയാൽ പ്രേരണകളെ വ്യക്തിപരമായി കീഴടക്കാമെന്നൊരു സംഗതി ഇല്ലെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ദുർഘടാവസ്ഥയെ വിട്ടുവീഴ്ചയില്ലാത്ത വിധം ഗഹനമാക്കിക്കൊണ്ട് മദ്യത്തോടുള്ള നമ്മുടെ പ്രതികരണത്തെപ്പറ്റി നമ്മുടെ സ്പോൺസർമാർ പറഞ്ഞത് അതൊരു അലർജിയാണെന്നാണ്. മദ്യം എന്ന ഏകാധിപതി നമ്മൾക്ക് മുകളിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പിടിച്ചിരിക്കുന്നു. തുടർച്ചയായി മദ്യപിച്ചു കൊണ്ടിരിക്കുക എന്ന ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മെ തള്ളിവിട്ട അബോധമായ പ്രേരണയാൽ ആദ്യവും പ്രസ്തുത പ്രക്രിയയിൽ അത്യന്തികമായി ഞങ്ങൾ സ്വയം നശിക്കപ്പെട്ടും എന്നുറപ്പാക്കിയ ശരീരത്തിൻ്റെ അലർജിയാൽ പിന്നീടും ഞങ്ങൾ അടിച്ചു വീഴ്ത്തപ്പെട്ടു. ഒറ്റയ്ക്ക് പോരാടി വിജയിച്ചവർ വളരെ ചുരുക്കമാണ്. സ്വന്തം ശക്തി സ്രോതസ്സുകളാൽ മദ്യപാനികൾ വിടുതൽ പ്രാപിച്ചിട്ടില്ല എന്നത് സ്ഥിതി വിവരമായ ഒരു വസ്തുതയാണ്. മനുഷ്യൻ ആദ്യമായി മുന്തിരിങ്ങ വാറ്റിയ നാൾ മുതൽ ഇത് വ്യക്തമായും ശരിയാണുതാനും. എയുടെ തുടക്കത്തിൽ ഈ കൈപ്പേറിയ സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആശയറ്റ കക്ഷികൾക്കല്ലാതെ മറ്റാർക്കും കഴിഞ്ഞിരുന്നില്ല. സത്യത്തിൽ അവരെ മാത്രം ആശയറ്റവരാണ് എന്ന് തിരിച്ചറിയുന്നതിൽ അന്ത്യശ്വാസം വലിക്കുന്നവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ മുങ്ങുന്നവൻ കച്ചിത്തുരുമ്പെന്നവണ്ണം ആവേശത്തോടുകൂടെ എയുടെ തത്വങ്ങളിൽ മുറുകെ പിടിച്ചവർ എല്ലായ്പ്പോഴും സുഖപ്പെട്ടു. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തിൻ്റെ 1-ാം പതിപ്പ് പുറത്തിറങ്ങിയപ്പോൾ ആശയറ്റവരുടെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിരുന്നത്. അത്രയധികം ആശയറ്റ് പോകാത്ത അനേകം മദ്യപാനികൾ പരീക്ഷിച്ചെങ്കിലും തങ്ങളുടെ നിസ്സഹായത അംഗീകരിക്കാത്തതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിന് മാറ്റം വന്നു എന്ന് രേഖപ്പെടുത്തുന്നത് അതിയായ സംതൃപ്തിയുള്ള കാര്യമാണ്. ആരോഗ്യവും കുടുംബവും ജോലിയും കാർ ഷെഡിൽ 2 കാറുകളും ഉള്ള മദ്യപാനികൾ തങ്ങളുടെ മദ്യപാനശക്തി തിരിച്ചറിഞ്ഞു തുടങ്ങി. ഈ പ്രവണത വർദ്ധിച്ചു വന്നതോടെ കൂടുതൽ ശക്തമായ കുടിയിലേക്കെത്താവുന്ന ചെറുപ്പക്കാർ കൂടി അംഗമാകാൻ തുടങ്ങി. കഴിഞ്ഞ 10-15 വർഷം ഞങ്ങൾ അനുഭവിച്ച നരകയാതനകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. സ്വന്തം ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായി മാറിയെന്ന അംഗീകാരം 1-ാം പടി ആവശ്യപ്പെടുന്നതിനാൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എങ്ങനെ ഈ പടിയിൽ പ്രവേശിക്കാനാവും? ഞങ്ങൾ തകർന്നു വീഴുന്ന താഴ്ചയുടെ അത്രയും മറ്റുള്ളവർ വീഴേണ്ടതില്ലെന്ന് വസ്തുത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ മദ്യപാന ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ
ഞങ്ങൾ പരിപൂർണ നിയന്ത്രണം വിട്ടുപോകുന്നതിനു മുമ്പ് തന്നെ മദ്യാസക്തി വെറുമൊരു സ്വഭാവമായിരുന്നില്ലെന്നും മാരകമായ ഒരവസ്ഥയുടെ ആരംഭമാണെന്നും ഉള്ള നമ്മുടെ തിരിച്ചറിവ് നമ്മൾക്ക് തെളിയിക്കാനാവും. സംശയിക്കുന്നവരോട് ഞങ്ങൾ പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ ഒരു അമിത മദ്യപാനിയായിരിക്കില്ല, കുറച്ചുകൂടി നിയന്ത്രിതമായ മദ്യപാനത്തിന് ശ്രമിക്കാത്തതെന്ത്. പക്ഷേ മദ്യപാനാസക്തി ഞങ്ങൾ പറഞ്ഞത് മനസ്സിൽ ഓർമ്മ വച്ചിരിക്കണം. ഇത്തരം മനോഭാവം പ്രായോഗികവും അസന്നവുമായ ഫലങ്ങൾ ഉളവാക്കി. ഒരു മദ്യപാനി മറ്റൊരു മദ്യപാനിയുടെ മനസ്സിൽ തൻ്റെ ദുരന്തത്തിൻ്റെ യഥാർത്ഥ പ്രകൃതം പതിച്ചെടുക്കുമ്പോൾ അയാൾ പിന്നീട് ഒരിക്കലും പഴയതുപോലെയാകില്ല. അവൻ സ്വയം പറയും, ഒരുപക്ഷെ ആ ഏകൾ പറഞ്ഞത് ശരിയായിരിക്കാം. ഇത്തരം ചില അനുഭവങ്ങൾക്ക് ശേഷം കടുത്ത വിഷമതകളുടെ ആരംഭത്തിനും വർഷങ്ങൾക്ക് മുമ്പ് പരിപൂർണമായി ബോധ്യപ്പെട്ട് അയാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു. സത്യത്തിൽ നമ്മളിലേതൊരാളെപ്പോലെയും ആശയറ്റവനായി തീരുന്നു. ജോൺ ബാർലിക്കോൺ ആണ് ഞങ്ങളുടെ ഏറ്റവും മികച്ച വക്കീൽ. ഓരോ ഏകാരനും പരാജയത്തിൻ്റെ നെല്ലിപ്പല കാണണമെന്ന് എന്തിന് നിർബന്ധം പിടിക്കുന്നു? ആശയറ്റവനായി തീരാത്ത പക്ഷം പരിപാടിയെക്കുറിച്ച് ആൾക്കാർ മാത്രമേ ആത്മാർത്ഥമായി പരിശീലിക്കൂ എന്നാണ് ഉത്തരം. എയുടെ അവശേഷിക്കുന്ന 11 പടികളും ശീലിക്കുന്നതിന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മദ്യപനും സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാനാകാത്ത തരത്തിലുള്ള മനോഭാവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സ്വീകരണം ആവശ്യമാണ്. കടുത്ത സത്യസന്ധനാവാനും സഹിഷ്ണുതയുള്ളവനാകാനും ആഗ്രഹിക്കുന്നു. വലിയ ശക്തിയെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു? തൻ്റെ തെറ്റുകൾ മറ്റുള്ളവരോട് ഏറ്റുപറയാനും വരുത്തിവെച്ച ദേഷ്യങ്ങൾക്ക് പരിഹാരം കാണാനും ആരാഗ്രഹിക്കുന്നു? പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും കാര്യം പിന്നെ പറയാനുണ്ടോ? എയുടെ സന്ദേശം യാതന അനുഭവിക്കുന്ന മറ്റൊരാളിലെത്തിക്കാൻ തൻ്റെ സമയവും ഊർജവും ബലികഴിക്കാൻ ആരാഗ്രഹിക്കുന്നു? താൻ തന്നെ ജീവനോടെ ഇരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന ആവശ്യബോധം ഇല്ലെങ്കിൽ അങ്ങേയറ്റം സ്വാർത്ഥതാൽപരനായ ശരാശരി മദ്യപാനി ഇത്തരമൊരു ശ്രമത്തിന് മുതിരുന്നില്ല. മദ്യപാനാസക്തിയുടെ പ്രകരത്താൽ ഞങ്ങൾ എയിലേക്ക് നയിക്കപ്പെട്ടു. ഞങ്ങളുടെ അവസ്ഥയുടെ മാരകമായ പ്രകൃതം ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ മാത്രമാണ് ദൃഢവിശ്വാസത്തിൽ ഞങ്ങൾ തുറന്ന മനസ്സുള്ളവരായും മരണാസന്നനെ പോലെ ശ്രദ്ധിക്കാൻ ഞങ്ങൾ തയ്യാറാകും. കാരുണ്യരഹിതമായ ഈ ഒഴിയാബാധയെ നമ്മിൽ നിന്നകറ്റാൻ എന്തു ചെയ്യാനും തയ്യാറായി ഞങ്ങൾ നിൽക്കുന്നു.